ഇതാണ് ഹീറോ സൂ 110cc സെഗ്മെൻറ്റിൽ വരുന്ന ഒരു സ്കൂട്ടറാണ്, ഒരു ഫാമിലി സ്കൂട്ടറാണ്. അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് പാക്കറ്റായിട്ടാണ് ഈ ഒരു വാഹനം അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതൊരു കോമ്പാക്ട് എഡിഷൻ എന്നാണ് ഈ ഒരു വാഹനത്തിനെ ഹീറോ വിളിക്കുന്നത്. ഇതാണ് എക്സ് ഷേപ്പിലുള്ള ആ ഒരു ഹെഡ് ലാമ്പ് യൂണിറ്റ്, LED ആണ് വരുന്നത്. കൂടാതെ നമുക്കൊരു കോർണറിംഗ് ലാംപ്സ് വരുന്നുണ്ട്, അതും സെഗ്മെന്റ് ഫസ്റ്റ് ഫീച്ചറാണ്. ആൻഡ് ഫ്രണ്ടിൽ നമുക്ക് ഡിസ്ക് ബ്രേക്കുകൾ വരുന്നുണ്ട്. ഡിസൈനും ഗ്രാഫിക്സ് എലമെന്റ്സ് നോക്കുകയാണെങ്കിൽ വളരെ അഗ്രസീവ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. ഇതാണ് മീറ്റർ കൺസോൾ വരുന്നത്. വളരെ കുട്ടി ഒരു മീറ്റർ കൺസോൾ ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ നമുക്ക് 10x10 നാവിഗേഷൻ, കോൾ ആൻഡ് SMS അലേർട്ട്, കൂടാതെ ഫ്യൂവൽ എക്കണോമി, ആവറേജ് ഫ്യൂവൽ എക്കണോമി, ഡിസ്റ്റൻസ് ടു MT തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് അറിയാനായിട്ട് സാധിക്കും. വളരെ ചെറിയ ഒരു മിനിമലായിട്ടുള്ള ഒരു മീറ്റർ കൺസോൾ ആണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇതിൽ എല്ലാ ഫംഗ്ഷൻസും ഇതിനകത്ത് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. കോമ്പാക്ട് എഡിഷൻ എന്നുള്ള ഒരു ബാഡ്ജിയും കാണാനായിട്ട് സാധിക്കും. കൂടാതെ ഓട്ടോ സ്റ്റാർട്ട് സ്റ്റോപ്പ് എന്നുള്ള ഒരു ഫംഗ്ഷൻ വരുന്നുണ്ട്. ഇൻ കേസ് സിറ്റി ട്രാഫിക്കിൽ നിൽക്കുകയാണെങ്കിൽ വാഹനം ഓട്ടോമാറ്റിക്കായി സ്റ്റോപ്പ് ആവുകയും ആക്സിലേറ്റർ കൊടുക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായി മുമ്പോട്ട് പോവുകയും ചെയ്യും. കൂടാതെ നമുക്കിവിടെ USB ചാർജിങ് പോർട്ട് വരുന്നുണ്ട്. 2 കമ്പാർട്ട്മെൻറ്റ്സിലായിട്ട് സ്റ്റോറേജ് സ്പേസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. പിൻഭാഗത്തേക്ക് വരുവാണെങ്കിലും ആ ഒരു എക്സ് ഷേപ്പിലുള്ള ആ ഒരു ടെയിൽ ലാമ്പിൻ്റാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഡിസൈൻ നോക്കി അത്യാവശ്യം നല്ല അഗ്രസീവ് ആയിട്ടുള്ളൊരു ഡിസൈൻ പാറ്റേൺ ആണ് ഹീറോ ഇതിൽ ഫോളോ ചെയ്തിരിക്കുന്നത്. ഒരിക്കലും ഒരു 110cc സെഗ്മെൻറ്റിൽ വരുന്നൊരു വാഹനമാണെന്ന് പറയില്ല. ഇവിടെയും സൂമിൻ്റെ ഒരു ബാഡ്ജിങ്ങും ആ ഒരു അഗ്രസീവ് ആയിട്ടുള്ള ഡിസൈൻ പാറ്റേണും കൊടുത്തിട്ടുണ്ട്. ഇനി സീറ്റ് നോക്കുകയാണെങ്കിൽ രണ്ട് പേർക്ക് വളരെ കംഫർട്ടായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റോറേജ് ഏരിയ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഹാഫ് ഫേസ് ഹെൽമെറ്റ് സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും. നമുക്കിവിടെ ഒരു ലാമ്പും കൊടുത്തിട്ടുണ്ട്.